ആർജിയാനും ഗൈസ്, ആർജിയാണ്. ഞാൻ രാവിലെ ഓടാണ്. ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഓട്ടത്തിന് ആവശ്യമില്ല. ബസ് ഇട്ടോണ്ട് ഓടാണ്. രാവിലത്തെ 8 ബസ് ഇട്ടിട്ട് പണിയാവും. ശരിക്കും ഒരു വണ്ടി ഇല്ലാത്ത ബുദ്ധിമുട്ട് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. തേങ്ങ ബസ് സമയത്ത് കിട്ടാത്തോണ്ട് ഉള്ള ബുദ്ധിമുട്ട് ഓട്ടമാണ്. ഓടുകയാണ് ഗൈസ്. ശ്രുതി ഫസ്റ്റ് പോകുന്നുണ്ട്, ഞാൻ ബാക്കിൽ ഓടുന്നുണ്ട്. ഇപ്പൊ മല ഇറക്കണം, അതുകൊണ്ട് പതുക്കെ ഓടാൻ പറ്റും. വലിയ പണി പാടും. അതിനിടെ എന്റെ ചെരുപ്പ് പൊട്ടാൻ നോക്കണം. കാരണം മറ്റേ പശ ഒട്ടിച്ചിരുന്നത്. എന്നാലും പശ ഒന്നുകൂടി വാങ്ങേണ്ടി വരും. വീണ്ടും പൊട്ടിയ പണി പാടും. നാളെ റോഡ് കുറിച്ച് പൊട്ടിയ പണി പാടിയ അവസ്ഥവും. ബസ് പോയോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. നമുക്ക് അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം. ശ്രുതി എക്സ്ട്രാ ഒക്കെ എടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ പോകുമ്പോൾ അറിയാം. ഓടിച്ച് തലവേന എടുക്കുന്നില്ല. എനിക്ക് നന്നായി തലയൊക്കെ കുഞ്ഞിട്ട് ഭയങ്കര തലവേന പറ്റുന്നില്ല. ഒരു വണ്ടി ഇല്ലാത്ത ബുദ്ധിമുട്ടേ. സത്യമായിട്ട് ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല. പോയി വരാൻ പറ്റും, ചെയ്യാൻ പറ്റും. പക്ഷെ അതില്ലാത്തോണ്ടേ കിടന്ന് ഓടുന്നത് എല്ലായിടത്തേക്കും ബസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോഴേ വിയർത്ത് ശ്രുതി എനിക്ക് വീശി തരാണ്. താങ്ക് യു. അതന്നെ. ബസ് വരുന്നുണ്ട്. ബസ് പിടിക്കാൻ ഓടി വന്നത്. ബ്ലോഗ് എടുക്കാൻ പറ്റില്ല. എന്റെ പൊന്നു ഗൈസ്, ശ്രുതി അവിടെ പോയി ക്യൂന്ന് പോകണം. നല്ല തിരക്കുണ്ട് ഹോസ്പിറ്റലിൽ രാവിലെ തന്നെ. ഇത്ര നേരത്തേക്ക് വന്നിട്ട് തിരക്കോണല്ലോ ജയമേ. ഇന്ന് കാണിച്ചിറങ്ങാൻ പറ്റും ഹോസ്പിറ്റലിൽ. സ്കിൻ ഓപ്പി, സർജറി ഓപ്പി, ഓർത്തോ ഓപ്പി എല്ലാം അവിടെ തന്നെയാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ ഓർത്തോടെ ക്യൂ ആണ്. ശ്രുതി അവിടെ നിന്ന് അപ്പൂപ്പിന് വഴി കാണിച്ചു കൊടുക്കാണ്. ഇപ്പൊ ഈ ക്യൂ കഴിഞ്ഞ് ശ്രുതിനെ കാണിച്ചിറങ്ങുമ്പോഴേക്കും മിക്കവാറും നല്ലൊരു സമയമാവും തോന്നുന്നു.